സുഭദ്ര. ഓ തുടങ്ങി അമ്മ രാവിലെ തന്നെ. സുഭദ്ര മോളെ എഴുന്നേൽക്ക്, സമയം എത്രയാണെന്നറിയോ? എന്റെ അമ്മ അച്ഛനോടൊന്ന് പോയി പറ, എനിക്കിന്ന് വയ്യാന്ന്. എന്റെ പൊന്നെ, അതിനല്ല അമ്മ വിളിച്ചത്. പിന്നെ എന്താ അമ്മ, ഞാനൊന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ. അയാള് വന്നിട്ടുണ്ട്. ആര്? ആ കിണർ കുത്തി. അയാളോ? സുഭദ്ര. ആ അമ്മ പറ, അയാള് ഇന്നലെ വന്ന കിണർ കുത്തിയാണോ? വന്നിട്ടുണ്ട്, നിന്നെയും തേടിട്ട്. കിണർ കുത്താൻ നീയാണല്ലോ അയാളുടെ സഹായി. ശരിയാ. ഇത്രയും നേരം കണ്ണു തുറക്കാതെ കിടന്ന നീ പെട്ടെന്ന് എങ്ങനെ കണ്ണു തുറന്നോ? അത് പിന്നെ അമ്മ. സുഭദ്ര. എന്താ അമ്മ? പൊന്നുമോൾ ഒരു കാര്യം ആലോചിക്കണം. മോള് ഈ കാട്ടിലെ ദേവിയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കാട്ടിലെ ദേവിയല്ലാന്ന് അമ്മയോട് ഇപ്പൊ പറഞ്ഞോ? അതല്ല, അയാൾ വന്നെന്ന് പറഞ്ഞപ്പോ നീ ചാടി എഴുന്നേറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? അരുതാത്തതും വേണ്ടാത്തതൊന്നും മനസ്സിൽ കയറ്റി കൂട്ടരുത് കേട്ടോ സുഭദ്ര. ഈ അമ്മ എന്തൊക്കെയാ പറയുന്നേ? അയാൾ മുറ്റത്തുണ്ട്, പോയി നോക്ക്. ശരിയമ്മ. ഈശ്വര, ഈ പെണ്ണിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണാവോ? അരുതാത്ത ചിന്തകളൊന്നും എന്റെ കുട്ടിയുടെ മനസ്സിൽ കയറ്റി കൂട്ടരുതേ ദേവിയെ. നമസ്കാരം. നമസ്കാരം. കൊറേ നേരമായോ താൻ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? കൊറേ നേരം ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതൊന്നും സാരില്ല. താൻ ഒരുപാട് സമയം കിടന്നുറങ്ങൂലേ? അയ്യോ, എന്റെ ഉറക്കിന്റെ കാര്യമൊന്നും പറയാത്ത നല്ലേ. അതെന്താടോ? അതൊക്കെ പറഞ്ഞ തനിക്ക് വട്ടാവിടോ. താൻ പറയടോ, കേൾക്കാൻ നല്ല രസാ തന്റെ വർത്താനം. എന്നാ ഞാൻ പറയാം. അച്ഛന് കണി കാണണം എന്നെ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേക്കും. എന്നിട്ട് ഇന്നെന്താ ഇത്ര ലേറ്റ് ആയി പോയത്? ഇന്ന് അച്ഛന് പണിയില്ല, അതുകൊണ്ട്. ഓഹോ. എന്നാ നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം, വരൂ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താടോ? ചോദിച്ചോ. തന്റെ വീട് പട്ടണത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ. പട്ടണത്തിൽ എവിടെയായി വരും? എന്താടോ ഇത്രമാത്രം ചിരിക്കാൻ? ഞാനതിന് അത്ര വല്ല കോമഡി ഒന്നല്ലല്ലോ പറഞ്ഞത്. അല്ലടോ, ഈ കാട് വിട്ടിട്ട് തനിക്ക് എവിടെ അറിയാ? അത് പിന്നെ പട്ടണത്തിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, അവിടെ എവിടെയായിട്ട് വരും എന്നാ ചോദിച്ചത്. അതിന് പട്ടണത്തിലല്ല ഏതെങ്കിലും സ്ഥലം തനിക്കറിയോ? അറിയില്ല, എന്നാലേ ചുമ്മാ ഒരു രസത്തിന് തന്നോട് ചോദിച്ചതാ. തന്റെ ഒരു ചോദ്യം. എന്നാ സമയം കളയണ്ട, വാ നമുക്ക് ഇറങ്ങാം. അയ്യോ, മൂപ്പൻ. ആഹാ, അച്ഛനോ? അല്ല, ഇയാളിതെപ്പോ വന്നു? ഒരു 10-15 മിനിറ്റ് കാണും. അച്ഛാ, എന്നാ ഞങ്ങൾ കിണർ പണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ? തുടങ്ങിക്കോ. പക്ഷേ അതിനു മുമ്പ് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ മൂപ്പ, പറഞ്ഞോളൂ. അല്ലടോ, താൻ കല്യാണത്തിന് പോവാൻ നിൽക്കുകയാണോ അല്ലെങ്കിൽ കിണർ പണിക്ക് പോവാൻ നിൽക്കുകയാണോ? അച്ഛൻ ചോദിച്ചത് സത്യം തന്നെയാട്ടോ. ഞാനും ആദ്യം കണ്ടപ്പോ തന്നോട് ചോദിക്കാൻ വിചാരിച്ചതാ. അത് പിന്നെ എന്റെ കയ്യിൽ ഈ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ അത് തനിക്ക് എന്നോട് ആദ്യം പറഞ്ഞൂടായിരുന്നോ? ഈ ഡ്രസ് ഇട്ട് ചെയ്താൽ എന്താ കുഴപ്പം? അല്ലടോ, താൻ എത്ര കിണർ കുത്താൻ പോയിന്നാ പറഞ്ഞത് ഇതുവരെ? ഒരു 10-15 കിണറോളം കുത്തിയിട്ട് വെള്ളം കാണിപ്പിച്ചിട്ടുണ്ട് ഞാന്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണോ താൻ കിണർ കുത്താൻ പോയത്? അല്ല, പിന്നെന്താ ഇവിടെ മാത്രം ഒരു ചേഞ്ച്? അത് പിന്നെ ഈ തന്തപ്പിടിയോട് ഞാൻ എങ്ങനെ പറയും? ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പണിയെടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത ഒരു സുന്ദരി കോതിയെ ഞാൻ ഈ കാട്ടിൽ കണ്ടു. അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇയാളോട് ഞാൻ എങ്ങനെ പറയും? ഡോ തന്നോടാടോ പറയുന്നേ? അത് പിന്നെ മൂപ്പ, എന്റെ കയ്യിൽ ഈ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടെ. എന്തായാലും ഈ വസ്ത്രം ധരിച്ചിട്ട് തന്നെ കൊണ്ട് ഞങ്ങൾ പണിയെടുപ്പിക്കില്ല. അയ്യോ മൂപ്പ, അങ്ങനെ പറയാതെ. താനിങ്ങനെ ഷോക്കടിക്കാതെടോ. സുഭദ്ര, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാ? എടോ. എന്താ മൂപ്പ? സുഭദ്ര മോളെ. എന്താ അച്ഛാ, പറഞ്ഞോളൂ. കിണർ കുത്തിയുടെ വസ്ത്രം ആ കാട്ടിനകത്തുണ്ട്, അത് ഇയാൾക്ക് എടുത്തു കൊടുക്കണം കേട്ടോ? ശരി അച്ഛാ, ഞാൻ കൊടുത്തോളാം. ഓ, അതായിരുന്നോ കാര്യം? ഞാനങ്ങ് പേടിച്ചു പോയി. എന്നാ നിങ്ങൾ പോയിക്കോളൂ. ശരി അച്ഛാ. ഞാൻ കുറച്ചു കഴിഞ്ഞാ വന്ന് ചെക്ക് ചെയ്യും കേട്ടോ? എന്റെ പൊന്നച്ഛാ, ഇയാൾ ഈ ഡ്രസ് ഇട്ടിട്ട് പണിയെടുക്കില്ല, പോരെ? മതി. എന്നാ രണ്ടും പോ. ശരി അച്ഛാ, വാടോ, നടക്ക്. ശരി സുഭദ്ര. ഡോ താൻ എന്താ വിളിച്ചേ? അത് പിന്നെ സുഭദ്ര ദേവിന്ന്. ചിരിച്ചോ. വാടോ, നടക്ക്. എടോ, എന്താ ദേവി? ഒന്ന് പോടോ.
അച്ഛന്റെ മുന്നിൽ നിന്ന് മാത്രം എന്നെ ദേവി എന്ന് വിളിച്ചാൽ മതി. അല്ലാത്ത സമയങ്ങളിൽ എന്നെ സുഭദ്ര എന്ന് വിളിച്ചാൽ മതി. ഓ ശരി സുഭദ്ര. ഇയാളോട് ചോദിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ ആവട്ടെ. എന്താടോ ഒറ്റക്ക് നിന്ന് പിറുപിറുക്കുന്നേ? അത് പിന്നെ വേറൊന്നുമില്ല. എന്താ എന്തോ തനിക്ക് എന്നോട് പറയാനുണ്ട്. എന്താ കാര്യം പറയടോ. തന്റെ വീട്ടിലാരൊക്കെയുള്ളത്? എന്റെ വീട്ടിലോ? എന്റെ വീട്ടില് ഒരച്ഛൻ, ഒരമ്മ, പിന്നെ 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 എനിക്ക് പിന്നെ എനിക്ക് ഈശ്വര, കല്യാണം കഴിച്ചതാവില്ലേ? പിന്നൊരു പട്ടിക്കുട്ടിയും. ഓ, ഇത് പറയാനാണ് ഇത്ര താമസം? താനെന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു ഭാര്യ ഉണ്ടായിരിക്കുന്നു. ഓഹോ, എന്നെ കണ്ട കല്യാണം കഴിഞ്ഞ ആളാന്ന് തോന്നുന്നു. അതൊന്നും എനിക്കറിയില്ല. അപ്പൊ താൻ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല. എന്താ കഴിക്കണോ? അത് എന്താ അത്? ഏയ് ഒന്നുമില്ല. തനിക്ക് വേണ്ട ഡ്രസ്സ് അതെ അവിടെ ഇരിപ്പുണ്ട്. എവിടെ? ആ കാട്ടില്. ഏത് കാട്ടില്? താനും തിരിഞ്ഞു നോക്കടോ, ചുറ്റും കാടല്ലേ ഇവിടെ. നിങ്ങളെന്താ കാട്ടിലാണോ ഡ്രസ്സ് സൂക്ഷിച്ചു വെക്കാറ്? കിണറക്കുത്തിക്കുള്ള ഡ്രസ്സ് ഇവിടെയാ വെക്കാറ്. ഓഹോ, അപ്പൊ ഒരുപാട് കിണർ കുത്തികൾ വന്ന നാടാലേ. ചോദിക്കാനുണ്ടോ? ഒത്തിരി ഒത്തിരി കിണറക്കുത്തികൾ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്നിട്ട് എന്ത് സംഭവിക്കാനാ? വെള്ളം കാണില്ല, അവര് മടങ്ങിപ്പോകും. പക്ഷേ ഞാനങ്ങനെ മടങ്ങി പോകില്ല. അതെന്താ ഇത്ര ഉറപ്പ്? ഞാൻ ഈ കാട്ടിൽ നിന്ന് പോകുമ്പോ ഒരാളും കൂടെ കൊണ്ടുപോകും. ആരെ? ആരുമില്ല. തന്നെ ഇവിടെ ഡ്രസ് വെച്ചത്? അതല്ലോടോ തന്നോട് പറഞ്ഞത് ആ കാട്ടിലുണ്ടെന്ന്. എന്നാ ശരി, ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. ശരി. അല്ല, തന്നോട് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ? ചോദിച്ചോ. തന്റെ പേരെന്താ? എന്റെ പേര് രാമൻ. ആഹാ, അടിപൊളി പേരാണല്ലോ. എന്തായാലും തന്റെ പേരിന്റെ അത്ര എത്തൂല കേട്ടോ. ഓ മതിയെ പൊക്കിയത്. വാജ് കടിക്കാതെ താൻ പോയിട്ട് ഡ്രസ് ഇട്ടിട്ട് വാടോ. സമയം ഒത്തിരി ലേറ്റ് ആവുന്നു, അച്ഛൻ വന്ന് നോക്കും. അയ്യോ, ഓർമ്മിപ്പിക്കലേ പൊന്നേ. ഞാൻ പോയിട്ട് ഡ്രസ് ഇട്ടിട്ട് വരാം. ശരി. ഞാൻ ഈ കാട്ടിലെ ദേവി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇയാളെ കല്യാണം കഴിക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി ഇയാളെ. സുഭദ്ര, നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? നീ മനസ്സിലാക്കണം, നീ ഈ കാട്ടിലെ ദേവിയാണ്. നിനക്ക് അതിര് കടന്ന് ചിന്തിക്കാനുള്ള അവകാശം പോലുമില്ല. എല്ലാം മറന്നേക്ക്. ഇനി അയാളോട് ഓവർ സംസാരിക്കാൻ നിൽക്കണ്ട. അയാളോട് സംസാരിക്കും തോറും എന്റെ മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അയാളെ കാണുമ്പോൾ എനിക്ക് അയാളോട് ഇഷ്ടം കൂടി വരുന്നു. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? സുഭദ്ര, ഞാൻ വന്നു. സുഭദ്ര, ഈ പെണ്ണിത് എന്തോർത്തിരിക്ക? സുഭദ്ര! താൻ വന്നോ? വന്നു. എന്താടോ തന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അതൊന്നുമില്ല. എന്നാ താൻ വാ. അല്ല, എന്തോ ഉണ്ട്. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താടോ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നല്ല ഹാപ്പി ഫേസ് ആയിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഒന്നുമില്ലടോ, താൻ വാ, നമുക്ക് കിണർ പണി തുടങ്ങാം. ശരി, വാ. വാടോ. താൻ ആദ്യം നടക്ക്, ഞാൻ പിറകിലുണ്ട്. അല്ലടോ, അത് ചോദിക്കാൻ മറന്നു. എവിടെയാ കിണർ കുത്താനുള്ള സ്ഥലം? എടോ, അതിനല്ലേ ഞാൻ നിന്റെ കൂടെ വരുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എവിടെ കുത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ, അത് നടക്കില്ല. അതെന്തുകൊണ്ട്? ഞാൻ ഈ കാട്ടിലെ ദേവി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തെ കുത്താൻ പാടൂ. അത് ഈ കാടിന്റെ നിയമമാ. ഓ, എന്തൊക്കെ പണ്ടാറാ. ആയിക്കോട്ടെ. അവസാനം വെള്ളം കണ്ടില്ലെങ്കിൽ എന്നെ പറയരുത് കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്താ? താൻ പറഞ്ഞോ എവിടെ വേണം കിണർ കുത്തണ്ടെന്ന്. പക്ഷെ അച്ഛൻ വരുമ്പോ അത് ഞാൻ പറഞ്ഞു തന്നതാണെന്ന് താൻ പറയണം കേട്ടോ. ഓ, അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ നടക്ക്.